നല്ല ഉറക്ക എല്ലാരും. എന്താ ബാലസ പ്രശ്നം? ഹലോ ഗായ്സ്, അപ്പോ നമ്മള് കുറച്ച് ദിവസമായി വീഡിയോസും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് ഒരു 4-5 ദിവസമൊക്കെ ആയിട്ടുണ്ടാവും. കുറച്ച് വർക്കിന്റെ തിരക്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് വീഡിയോസ് ഒന്നും പ്രോപ്പറായിട്ട് ഇടാനുള്ള ടൈം കിട്ടിയില്ല. അപ്പോ ഇപ്പോ സ്റ്റുഡിയോയിൽ ഇതാ വർക്ക് കഴിഞ്ഞാണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. എന്താ ഷെബീർ, എന്താ പരിപാടി? എന്താ പോലെ എന്താ ഫണ്ടാ? ഫണ്ട് ഉണ്ടാക്കണ്ടേ? എന്ത് പരിപാടി പറയും? ടൈം എത്രയായി? 10:30 മണിയായി. നമുക്കൊരു കാര്യം ചെയ്താലോ? നമുക്കേ ഓൻ പേര് പോയിക്കോട്ടെ. അപ്പൊ നാളെ സൺഡേ, അപ്പൊ നാളെ ഫുൾ ടൈം കിടന്നുറങ്ങും. അപ്പൊ ഇന്ന് നൈറ്റ് എന്തെങ്കിലും വൈബാക്കണം. എന്തെങ്കിലും സ്കീം പറയും. ചിക്കൻ ചൂട അവസാനം വേണ്ട. ചിക്കൻ ചൂടൊക്കെ അല്ല ഓർങ്ങല്ല നീച്ച. നാളെ ഏതായാലും ലീവാണ്. കോഴിക്കോട് വരാ നീച്ച കോഴിക്കോട് കാല എന്നെ കൊണ്ടുപോണില്ല. കോഴിക്കോട് പോവാ. അപ്പൊ കോഴിക്കോട് ചാർജ് എന്റെ ഫോണൊന്ന് ചാർജ് ആവട്ടെ. അപ്പോ ഹലോ ഗൈസ്, അപ്പൊ നമ്മള് കോഴിക്കോട് എത്തി. എല്ലാം വളരെ പെട്ടെന്നായിരുന്നു. അപ്പോൾ കോഴിക്കോട് ബീച്ചിലാണ് ഇന്ന് നൈറ്റ്. ഫുള്ള് ബീച്ചിലടിച്ച് പൊളിക്കാനുള്ള പരിപാടിയാണ്. എന്താ പേരാ? എന്താ പറയാനുള്ളത്? തന്നെ പറയാനുള്ളൂ. അപ്പോൾ പ്രത്യേകിച്ച് പറയാനുള്ളത് ഇന്നിപ്പോ അനീസിന്റെ ചെലവാണ് പറഞ്ഞത്. ഇന്ന് അനീസിന്റെ ചെലവാണ്. എന്തുവാണ് കഴിക്കാം, എന്തും കഴിക്കാം. കടികൾ, ചായ, കോളിഫ്ലവർ. ആ പോട്ടെ. കല്ലുമ്മക്കായി കോഴിക്കോട് എന്നാ കല്ലുമ്മക്കായി എന്നാ പറയാ. വേണ്ട എത്ര തെറ്റണം? നമ്മളെ സ്പോൺസറാണ് അനീസ്നാസ്. ഇന്ന് കോഴിക്കോട് വരുമ്പോൾ തന്നെ പറഞ്ഞേ ഫുൾ ചെലവും എന്റെ മകനാണ്. ജൽഡ്രൂപ മുട്ടിപ്പാട്ടിന്റെ ഗായകനാണ്. അപ്പൊ ഈ മാസം അത്യാവശ്യം പരിപാടി ഉണ്ടായിരുന്നു. അപ്പൊ അതിന്റെ ഫണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്ത് കാട്ടെന്ന് അറിയാതെ ഇങ്ങനെ നടക്കണേ. പൈസ എന്താ കാട്ടേണ്ട അറിയാതൊക്കെയാണ്. എന്റെ കോളിഫ്ലവർ എങ്ങനെയുണ്ട്? 5 സുഖൂടെ. എന്താ ബാലസ പ്രശ്നം? ഒന്നുമില്ല, ചെറുതായിട്ട് ചായയാണ് പോയി. നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും തന്നെയാണല്ലോ അവസ്ഥ. ഇത്രയും ആൾക്കാർ ഇവിടെ നിൽക്കുമ്പോ അതിന്റെ ഇടയിൽ ചായരത്തെ കാട്ടില് പേടില്ല, തളരൂല. ചായല്ല അനീസ് പറയണേ, ആരുണ്ട് ചായക്ക് കണ്ണ് വെച്ചിക്കണത്? അതങ്ങനല്ല. അതേക്കൂടെ പോണ ഓരോ കുട്ടികളെ നോക്കിട്ടേ ഓൻ വേറെ എടുക്കോ കണ്ണ് വെച്ചിട്ടാണ് ഓന്റെ ചായ. അങ്ങനെ ചുണ്ടുമക്കളുടെ മൂക്കുമൊക്കെ അത് കൂട്ടിരിക്കും. പയമ്പരും സോസും നല്ല കോമ്പിനേഷനാണ്. കാട സീനാവോ?
സീനാവുക. ഒരു കാടേ കാട. ഇതെന്താ സുഖം? എന്താണിതാ സുഫിയാൻ പാഞ്ഞാലി പറയേണ്ടത്. കൺഫേംഡ് ദിസ് ഡേ കണ്ടക ശനി. ഞാൻ മടിച്ച് ഞാൻ ഓർത്തുന്നു. അടുത്ത അനീസിന്റെ പോയാട്ടോ. അടുത്ത അനീസിന്റെ അടുത്ത അനീസിന്റെ പോയാ എന്താ എടുക്കുക? ആ ഇത് ഒരു കക്കരി. മൂപ്പ് വേണ്ട, അത്ര മൂപ്പ് വേണ്ട. ആ മതി. അനീസ ഒന്ന് ഇവിടെ ഒന്നായിട്ടൊന്നാണ്ട് കഴിക്കും. വലിയ പ്രശ്നം. സാറ് നമ്മളെന്തായാലും അവിടുന്ന് വരുമ്പോ കൊറേ സമയം എടുക്കും. അപ്പൊ അത്യാവശ്യം മാണ്ടേന് തിന്നാന്. പെട്ടിയിട്ട് പോവാ നമുക്ക്. പെട്ടി ഒന്നെ എടുക്കാം. ആ ഗ്ലാസും പെട്ടിയിട്ട് പോവാ. അനീസ്നാസിന്റെ ഫാൻസ് ആണല്ലോ. അനീസിന്റെ മറ്റേ ആരാധിക 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 ഏതൊരു പെണ്ണ് ആരാധക ഫാൻ ബേളോ. ഏതൊരു പെണ്ണ് അനീസിനൊന്ന് കണ്ട് ഇവിടുന്ന് അതേമാതിരി കായ് കൊടുക്കാതെ മുഖണ്ടില്ല. അതിന്റെ ഒപ്പം പഠിച്ചാണ്. എന്താണ് എല്ലാരും നിങ്ങളെ ആരാധികരാക്കല്ലേ? ആരാധികളല്ലാത്തവരും ഉണ്ട്, നിങ്ങൾ മനസ്സിലാക്കിയ. പിന്നെ നമ്മള് ചൂടുകാടല്ലോ ഗ്യാസ് ഓര് ഗ്യാസ് കയറ്റിക്കാണ്ടേ. നമ്മളെ ഗ്യാസ് കയറ്റിക്കാണ്ടേ. വേറെ വെറൈറ്റി അല്ല, ഓരോരുത്തർക്കും ഓരോന്നും. രണ്ട് അല്ല, നമുക്ക് ഇങ്ങനെ പോയി നോക്കാം. വേറെ വെറൈറ്റി ഉണ്ടോ നോക്കാം, എന്നിട്ട് അങ്ങോട്ട് ഇറങ്ങാം. ഇവിടെ എന്തൊക്കെ കൊള്ളിയൊക്കെ ഉണ്ട്. അതെന്താ? ചെമ്മീൻ. അത് ചെമ്മീന്. അനീസയുടെ മിന്നിയാ? അനീസയുടെ അനീസ് മിന്നിക്കണം. ഓനോട് പൈസ കൊടുക്കണം എന്ന് പറഞ്ഞപ്പോ ഞങ്ങളിപ്പോ തപ്പി ഇറങ്ങിയതാ. വാ ഇങ്ങോട്ട് വാ. ഇതൊരു മാങ്ങയിലോ ഒതുക്കാൻ നിക്കണ്ട. നടക്ക. ഒന്നില്ലെങ്കിൽ ഈ തൊട്ട് കാടമുട്ട മൊത്തം വാങ്ങാം. അത് മതി, അത് മാത്രം മതി, വേറെ ഒന്നും വേണ്ട. എന്താ എന്റെ ഉദ്ദേശം? ഫുഡ് കഴിക്കാം. അപ്പൊ ഫുഡ് കഴിക്കാണ്. ഓ മറുവാനെ അനീസ് ഫുഡ് കഴിക്കാണ്. ഫുഡ് കഴിക്കാന്ന്? ആ, അതല്ലത് 25% ഇട്ടിട്ടൊന്നും കാര്യമില്ല കേട്ടോ. ഒരു 75% വെച്ചാണോ? ഞങ്ങള് കണക്കൂട്ടിന് 1000 റുപ്യ 4000 റുപ്യ ടോട്ടൽ. ആയിക്കോട്ടെ, 4000 റുപ്യ ടോട്ടൽ ബില്ലാക്കാം.
മീൻ പത്തിരി. അടുത്തടുത്ത് മനോഹരമായ Bluetooth connected. അനീസിന്റെ ഒരു മനോഹരകാരമായി ഇവിടെ നിന്ന് ബീച്ച് സൗന്ദര്യത്തിനെ ആസ്വദിച്ചുകൊണ്ട് പാടുന്നു. മറ്റേ പാട്ട് മധുവർണ്ണ പൂവല്ലേ നറുനില പൂവോടല്ലേ. എന്താ പേര്? എന്താ പരിപാടി? പരിപാടി വെറൈറ്റി പരിപാടി ഇവിടെ കവറൊക്കെ വാങ്ങി ഇവിടെ വിരിച്ച് കിടക്കാനുള്ള പരിപാടിയാ ബീച്ചില്. ഇതാണ് നമുക്ക് പറ്റാത്ത ഒരു സമാധാനത്തിന് ഇവിടെ കിടക്കണ്ടേ. ഇനി ഓർമ്മ കഴിഞ്ഞ കടപ്പുറത്ത് ഇങ്ങനെ കിടക്കണമെന്ന് അതേമാതിരി അല്ലേ? അതേമാതിരി ഇപ്പൊ സമയം എന്തായി കറക്റ്റ്? അവിടുന്നാണ് നമ്മള് അന്ന് പറഞ്ഞിട്ടുണ്ട് ആ കാണുന്ന ബിൽഡിങ്ങിന്റെ മുന്നില് രണ്ടേകാല് സമയായി. 2:12. ഇതാ കടപ്പുറത്ത് ഇങ്ങനെ കിടക്കാൻ വേണ്ടെന്ന് ഓണക്കാട്ടന്മാര് കുറച്ച് കഴിഞ്ഞിട്ട് നല്ല ഉറക്ക എല്ലാരും. SPR ഒക്കെ പോവാ. ഓ അടിവാറ ഏതാ ഉറക്കം. ഞാനും ഉറങ്ങട്ടെ.
ഇവിടെ 2 കൊതുക് തിരിയുണ്ടെങ്കിൽ സെറ്റ് ചെയ്യുന്നു അല്ലേ? അപ്പൊ ഞാൻ എനിക്കോടെ സ്ഥലോ അതിനെങ്ങനെ കിടത്തിയാണ് തലക്കണിയൊക്കെ അറിയാം. പാങ്ങാട്ടിനെ പാങ്ങാട്ട് വരുന്നുണ്ടല്ലോ. ആ അതിനെങ്ങനെ വിലങ്ങനെ കിടത്തിക്കാണ്ട് തലക്കണിയൊക്കെ പാങ്ങാട്ട് നീക്കുമ്പോ ഇങ്ങനെ നടക്കേണ്ടി വരും. എനിക്ക് ഒരു തള്ളാൻ പേര് കിട്ടിയാൽ മതി. അതിന് എനിക്ക് കറക്റ്റ് ഇപ്പൊ ഈ ഷൂവിന്റെ ലെവലിലേക്ക് സൈഡ് വളട്ടെ ചാരി കിടക്കാം. എന്തൊരു രസമല്ലേ ആകാശത്തേക്ക് നോക്കിയിട്ട്. ദിവസം പെരീന്ന് ഫാമിലി പെണ്ണുങ്ങളെ കുട്ടികളൊക്കെ ഇവിടെ നിങ്ങളിങ്ങനെ ബീച്ചിൽ അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പൊ ഗൈസ് ഈ ഒരു വൈബ് വേറെ എവിടെ പോയാലും കിട്ടൂല. നമ്മളെ ഈ ബീച്ചിൽ ഇത് ഇപ്പളെ കിട്ടുള്ളൂ. എപ്പോഴേ കിട്ടുള്ളൂ. പിന്നെ ഇതിലൊക്കെ വയസ്സായും പ്രായമൊക്കെ വയസ്സും പ്രായമായി പുറത്തിറങ്ങാതായി ഇവൽക്കൊക്കെ വയസ്സാവും. ഗൈസ് എല്ലാം ഇവിടെ ഉറക്ക നല്ല ഉറക്കാണ്. പേരും ഉറക്കുറങ്ങ. ഇപ്പൊ ടൈം ഇപ്പൊ 4 മണിയാണ്. പുലർച്ചെ 4 മണിയാണ്. കോഴിക്കോട് ബീച്ചിലാണ്. ജസ്റ്റ് ഒന്ന് നടന്നു നോക്കാം. നമ്മള് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. സമയം 4 മണിയായി. ഏകദേശം ഇപ്പം മോർണിംഗ് 5 മണിയാവാനായി. അപ്പോൾ നമ്മളിതിലിങ്ങനെ നടന്നു നോക്കിയപ്പോഴാണ് കണ്ടത് ഇവിടെ മാരത്തോൺ നടക്കുന്നുണ്ട് കോഴിക്കോട് ബീച്ചിൽ. അപ്പോൾ നമുക്ക് എന്തായാലും അങ്ങോട്ടൊന്ന് പോയി നോക്കാം അല്ലേ? പോയി നോക്കാം. ഗൈസ് നമ്മളിവിടെ എത്തി. ഇവിടെയാണ് നടക്കുന്നത് മാരത്തോണ്. സ്റ്റാർട്ടിംഗ് പോയിന്റാണ്. ഗൈസ് ഇവിടെ KLF നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവല് ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് അങ്ങോട്ടൊന്ന് പോയി നോക്കാം. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇവിടെ മാരത്തോൺ നടന്നുകൊണ്ടിരിക്കുന്നത്. Internationally fitness coach and certified fitness coach and this is Prajesh. ഒരു വലിയ കൈയ്യടി കൊടുക്കുക പ്രജീഷിന്. പ്രജീഷ് ആയിരുന്നു. അപ്പോൾ അവരെ അകത്തോട്ട് എല്ലാവരും അകത്തേക്ക് വരിക. പുറത്ത് നിൽക്കുന്നവരെല്ലാവരും ഉള്ളിലേക്ക് കടന്നു വരിക. കേൾക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. 10 കിലോമീറ്ററിലെ പാർട്ടിസിപ്പേറ്റ് 1 2 3 4 5 ടൈം ആയി വരികയാണ്. എല്ലാവരും ഓടി, എല്ലാവരും ഇപ്പുറത്തെ സൈഡിൽ കൂടെ ഓടി
എന്തായാലും കോഴിക്കോട് കണ്ടതിൽ വെച്ചിട്ട് ഏറ്റവും biggest 3, 2, 1, go! Come on, everybody. അടിപൊളി. ബഹുമാനപ്പെട്ട VKC റസാഖ് സാറാണ് ഈ ഒരു മാരത്തോൺ 10K മാരത്തോൺ ഫ്ലാഗ് ഓഫ് ചെയ്തിരിക്കുന്നത്. MD of VKC Group. അപ്പോ നമ്മളങ്ങനെ കോഴിക്കോട് പോയി വന്നു. ഇപ്പൊ സമയം 7 മണിയായി. നമ്മളൊരു 6:45 ആയപ്പോ നേരെ ഇവിടെ നാട്ടിലെത്തി. ഇനി നമ്മള് എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.